ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ രാഹുൽ ആശുപത്രിയിലായ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് പ്രകാശൻ ദാ ശാരിയുടെയും സരയുടെയും അടുത്തെത്തുകയാണ്. അപ്പൊ പ്രകാശന് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണി എന്ന് പറയുന്ന തൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക, അവളെ കൊല്ലുക. അപ്പം ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ച് ശാരിയോട് പറയുമ്പം ശാരി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ പ്രകാശ, നിങ്ങളും ഞങ്ങളും ഒക്കെ ഒരേപോലെ തുല്യ ദുഃഖിതര് തന്നെയാണ്. ഞങ്ങൾ എന്തോരം ആഗ്രഹിച്ചതാണ് രൂപയുടെ സ്വത്തുക്കളൊക്കെ, പക്ഷെ ആ സ്വത്തുക്കൾ മുഴുവനും സോണിക്കും കിരണിനും മാത്രമായിട്ട് രൂപ കൊടുത്തു. ഇനി പാതി സ്വത്ത് കൂടി കൊടുക്കാനുണ്ട്, പക്ഷെ അതും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് ഞങ്ങൾക്ക് കിട്ടാനായിട്ട് ഒരു സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പം പ്രകാശം പറയാണ്, ഇതിനെല്ലാം കാരണക്കാരിയായിട്ടുള്ളത് എൻ്റെ മകളാണ്. എന്തായാലും അവളുടെ തലവെട്ടം കണ്ടതിനു ശേഷമാണ് എനിക്ക് ഇത്രയും വലിയൊരു കഷ്ടകാലം ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം സരയും ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതെ, നിങ്ങൾ വലിയ മെക്കാനിക്കൊക്കെ ആണല്ലോ, അപ്പം അവൾ പോകുന്ന വണ്ടിയിൽ എന്തെങ്കിലും ഒരു കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം പ്രകാശൻ അതിങ്ങനെ ആഴത്തിൽ ആലോചിക്കുക കേട്ടോ, ശരിയാണല്ലോ, താൻ നല്ല ഒന്നാം തരം മെക്കാനിക്കാണ്. അപ്പം ഒരു തവണ താൻ ഒരു പണി കിരണിട്ട് കൊടുക്കാൻ നോക്കിയത്, പക്ഷേ അബദ്ധം വെച്ചാൽ തൻ്റെ പുന്നാര മോനായ വിക്രത്തിനാണ് ഏറ്റത്. അപ്പൊ ആ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ പറ്റും. അപ്പൊ ആ വിശ്വാസത്തിൽ എന്ത് വന്നാലും അവളെ വെള്ള പുതപ്പിച്ച് കിടത്തുന്നത് ആ കാഴ്ച ഞാൻ കണ്ടിരിക്കും, അത് കണ്ടെങ്കിൽ മാത്രമേ ഈ പ്രകാശന്റെ മനസ്സ് തണുക്കുള്ളൂ എന്നും പറഞ്ഞ് പ്രകാശം വലിയ കാര്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ ആശുപത്രിയിൽ ബോധം കെട്ട് കിടന്ന് നമ്മുടെ രാഹുലിന് ബോധം വീഴുകയാണ്. ബോധം വീണ വിവരമൊക്കെ നമ്മുടെ മനോഹറാണെങ്കിൽ സരയുനെയും ശാരിയെയും ഒക്കെ വിളിച്ചു പറയാണ്, അമ്മരെ അച്ഛന് ബോധം തെളിഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഇപ്പോഴും വയലന്റ് തന്നെയാണ്, അപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആശുപത്രിയിലേക്ക് വാ, അച്ഛന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് ശാരിയും അതുപോലെ സരയും കൂടി ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്കിനും കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ മനോഹറാണെങ്കിൽ പേടിച്ചൊരു മൂലക്കിരിക്കുന്ന അവസ്ഥയിലാണ്. രാഹുലാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. തന്നെ എന്തിനാണ് ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യം അത് ശാരിയെ കണ്ട പാടെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശാരി പറയുന്നുണ്ട്, അതെ രാഹുലേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കല്ലേ, ആശുപത്രി കൊണ്ടുവന്ന കാരണമാണല്ലോ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരാൻ പറ്റിയത്, അല്ലായിരുന്നു വീട്ടിലായിരുന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പം അവള് ഇത്രയും കാലം ഇല്ലാത്തൊരു സ്നേഹമൊക്കെ കാണിച്ചു എനിക്ക് എന്തൊക്കെയോ കലക്കി തന്ന് എന്നെ ആശുപത്രി കൊണ്ടുവന്നു, ഇപ്പൊ നീ കണ്ടല്ലോ, എനിക്ക് ഷോക്കൊക്കെ തന്നു, എന്റെ അവസ്ഥ നീ കണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് രാഹുൽ ഭയങ്കര സങ്കടം പറയുമ്പം ശാരി ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ അസുഖമൊക്കെ മാറി നിങ്ങൾ പഴയതുപോലെ തന്നെ നല്ല ആരോഗ്യവാനായിട്ട് തിരിച്ചു വരണം, അത് മാത്രമേ ഉള്ളൂ എനിക്ക് ചിന്തയെന്നും പറഞ്ഞ് ഇവള് നമ്മുടെ രാഹുലിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ സരയുവാണെങ്കിൽ പറ്റേ നിൽക്കുന്നുണ്ട് കേട്ടോ, നീയും നിന്റെ ഭർത്താവും അടി ഇതിനൊക്കെ കാരണക്കാര് എന്നും പറഞ്ഞ് നീയും നിന്റെ ഭർത്താവും തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാര് എന്നും പറഞ്ഞ് രാഹുൽ ഇവരെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കിനും മനു പറയുന്നുണ്ട്, അതെ അച്ഛനൊരു വയ്യായിക വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ മകന്റെ സ്ഥാനത്ത് നിന്നും കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാനുണ്ടല്ലോ, അതുകൊണ്ട് അച്ഛൻ പേടിക്കൊന്നും വേണ്ട, കുറച്ച് ദിവസം ഇവിടെ കിടന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ആശുപത്രി വിട്ടാൽ മതി എന്നൊക്കെ പറയാണ്. അപ്പം രാഹുൽ ഒന്ന് ഇരുത്തി നോക്കുകയാണ് നമ്മുടെ മനോഹറിനെ. മനു അവിടുന്ന് പതിയെ മുങ്ങി കേട്ടോ. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ആൽബിയുടെ വീട്ടിൽ നിന്നും സോണിയും കിരണും ഒക്കെ തിരികെ അവരുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ദാ തന്റെ അമ്മയുടെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് കിരൺ. അതെ, രാഹുലങ്കൾ ആശുപത്രിയിലാണ് എന്നുള്ള കാര്യം കേൾക്കുമ്പം നമ്മുടെ രൂപയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് വരുന്നത്. എത്രയോ കാലം തന്നെയും തന്റെ ഭർത്താവിനെയും അകറ്റി നിർത്താനായിട്ട് കാരണക്കാരനായവനാണ് അവൻ. ഇങ്ങനെയുള്ളൊരു ശിക്ഷയൊന്നും കിട്ടിയാൽ പോരാ, അതുക്കും മേലെ എന്ന് പറയുന്നത് പോലെ അതുക്കും മേലെ തന്നെ ഒരു ശിക്ഷ തന്നെയാണ് കിട്ടേണ്ടത്. എന്തായാലും ഇപ്പൊ ഭ്രാന്താശുപത്രിയുടെ വക്കിൽ വരെ എത്തിയല്ലോ. അപ്പൊ മനോഹറിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് നമ്മുടെ കല്യാണി പറയുമ്പോഴത്തേക്കിനും അവൻ അത് തന്നെയാണ് വേണ്ടത്. അവൻ അങ്ങനെ കിടന്ന് നരകിക്കണം, പലരെയും വിഷമിപ്പിച്ച് ഒരുപാട് സന്തോഷിച്ച ഒരുത്തനാണല്ലോ അവൻ. ഇങ്ങനെ തന്നെയാണ് അനുഭവം കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് രൂപ വലിയ സന്തോഷത്തില. പക്ഷെ ഇതിനിടയിലും നമ്മുടെ രൂപയ്ക്ക് ചെറിയൊരു ടെൻഷനുണ്ട്, അത് തന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ്. ഇനിയിപ്പം പ്രകാശൻ എന്ന് പറയുന്ന ഒരു പാഷാണവും കൂടി ഉണ്ടല്ലോ. എന്തായാലും രാഹുൽ ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും പ്രകാശന്
പ്രകാശനും സരയും ഒക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ തന്റെ മക്കളുടെ ജീവൻ എന്തെങ്കിലും ഒരു ആപത്ത് അത് സംഭവിക്കും എന്നുള്ളൊരു പേടിയുണ്ട് രൂപയ്ക്ക്. അപ്പൊ രൂപ ഈ സങ്കടങ്ങളെല്ലാം സേനന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും സേനൻ നമ്മുടെ രൂപയെ ആശ്വസിപ്പിക്കുകയാണ്. നീ ഒരിക്കലും വിഷമിക്കുമൊന്നും വേണ്ട. എന്തായാലും രാഹുൽ പറഞ്ഞതനുസരിച്ചാണല്ലോ നീ എന്നെ സ്നേഹിച്ചു തുടങ്ങിയതും നമ്മൾ ഒരുമിച്ച് ജീവിക്കാനൊക്കെ തുടങ്ങിയതും. അവനത് അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. അവന്റെ പ്ലാനും പദ്ധതിയും ഒക്കെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആശ്വാസത്തിന്റെ പുറത്ത് അവൻ ആശുപത്രി കിടക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇവര് പരസ്പരം ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും കിരൺ പറയുന്നുണ്ട്, എന്തായാലും ബകാസുരൻ ഇനി ആശുപത്രിയിൽ നിന്ന് മുഴുവട്ടനായിട്ട് പുറത്തിറങ്ങുള്ളൂ എന്നുള്ള കാര്യം പറയുക. കല്യാണിയെ തീർക്കാനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യം എല്ലാം കൂടി പോയി നമ്മുടെ വിക്രത്തിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ പ്രകാശന്റെ ഈ ദുഷ്ട മനസ്സൊക്കെ കാണുമ്പോൾ നമ്മുടെ മൂങ്ങാമുത്തശ്ശി പറയുന്നുണ്ട്, മോനെ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, സംഭവിച്ചതെല്ലാം സംഭവിച്ചു. പക്ഷെ ഇനി നീ അവളുടെ പിന്നാലെ നടന്ന് അവളെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് പ്രകാശനെയാണ്. അപ്പൊ പ്രകാശൻ എന്താ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും കല്യാണിയെ അവസാനിപ്പിക്കണം. കല്യാണി എന്ന് പറയുന്ന മകളെ താൻ ഇനി വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഇനി പ്രകാശനുള്ളത്. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകാശൻ തന്റെ പ്ലാനും പദ്ധതിയും ഒക്കെ ഇങ്ങനെ ആസൂത്രണം ചെയ്യാണ്. പക്ഷെ പുള്ളിക്കാരന് ഒരേ ഒരു വിഷമേ ഉള്ളൂ, ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ബകാസുരന്റെ ഒരു അഭാവം. അപ്പം പുള്ളിക്കാരനെ ആശുപത്രിയിൽ പോയി ഒന്ന് കാണണം എന്നുള്ള പ്രകാശൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം ഇതൊക്കെയാണ് നാളത്തെ നമ്മുടെ വിശേഷത്തിൽ വരുന്നത്. കൂട്ടുകാരെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്